ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു പറയുകയാണ്, നാഗരാജാവേ, നിങ്ങൾ തന്നെ എനിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരണം. എൻ്റെ ഭർത്താവിനെ എനിക്ക് കണ്ടുമുട്ടണം. ഞാനതിന് ഇപ്പോൾ എന്താ ചെയ്യുക? അതേസമയം ആ സർപ്പം പുറ്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നാഗരാജാവേ, നീ എന്നെ സഹായിക്കാതെ പോവുകയാണോ എന്ന് പാറു ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, ഒരുപക്ഷെ ഗായത്രിയെ പോലെ ഞാനും മരണപ്പെടുമെന്നാണോ ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിന്റെ സൂചന? അല്ലെങ്കിൽ ഗായത്രിയുടെ ആത്മാവ് എന്നോട് പക തീർക്കാൻ വരുന്നുണ്ടെന്നാണോ? ദുരാത്മാക്കള് പകരം വീട്ടാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി കേട്ടിട്ടില്ലേ? എന്താണെങ്കിലും കാലം അത്ര നല്ലതൊന്നുമല്ല. ചേച്ചി എന്താണെങ്കിലും സൂക്ഷിക്കണം. നമ്മളിനി കാര്യങ്ങൾ അല്പം മുൻകരുതലോടെ തന്നെ വേണം കൊണ്ടുപോകാൻ. ചേച്ചിയുടെ കഴുത്തിൽ ആ മാല വീണപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജീവനറ്റ് കിടക്കുന്ന ചേച്ചിയുടെ കഴുത്തിൽ ആഹാരം അണിഞ്ഞിരിക്കുന്ന പോലെയാ. അപ്പൊ പ്രതാപ, നീ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ ചേച്ചി, ഞാൻ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോ ഗായത്രി ദേവിയെ പോലെ ആയുസ് എത്താതെ ഞാൻ മരിക്കുമെന്നാണോ പ്രതാപ നീ പറയുന്നത്? അതേസമയം ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സുശീല പറയുകയാണ്, എന്റെ ചേച്ചി, പ്രേതാത്മാക്കൾക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ ചേച്ചി പറയുന്നത്? ചേച്ചി എന്താണെങ്കിലും വിഷമിക്കാതെ ചേച്ചിയെ മനുഷ്യരെ സൂക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി പറയുകയാണ്, സുശീല പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ആ ശേഖരനെ കുറിച്ച് മാത്രമാണ്. അയാളെ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അയാളുടെ മുടിയോ നഖമോ പോലും ആരും കാണാൻ പാടില്ലെന്ന് പ്രഭാവതി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാടാണ്. ആദിവാസിയെ കണ്ട് കരയാൻ പോവുകയാണ് ജാസ്മിൻ. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുതെന്നും ഞാനൊരു വക്കീലിന്റെ മോളാണെന്നും നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കുമെന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ നിങ്ങളെ ആരിവിടുന്ന് രക്ഷിക്കും? നിങ്ങളെ ഈ കുഴിയിൽ നിന്ന് രക്ഷിക്കാനേ എന്നെ കൊണ്ട് മാത്രമേ ആകൂ. കാട്ടുപന്നിയെയും മാനയും ഒക്കെ പിടിക്കാൻ വേണ്ടിയേ ഞാൻ വെച്ച കെണിയായത്. ഞാൻ നിങ്ങളെ രക്ഷിക്കണോ അതോ ഞാൻ ഇവിടെ നിന്ന് പോകണോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ എന്നെ രക്ഷിക്കണം. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാമെന്ന് ജാസ്മിൻ പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല അതെനിക്ക് തരുമോ? തരാം, ഇത് ഞാൻ തരാമെന്ന് പറഞ്ഞ് ജാസ്മിൻ ആ മാല ഊരി കൊടുക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഇനി ഞാൻ നിന്നെ രക്ഷിക്കാം. തുടർന്ന് അയാൾ ജാസ്മിന്റെ മേത്തുനിന്ന് ആ കമ്പുകളും എല്ലാം എടുത്തു മാറ്റി ജാസ്മിനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നാഗരാജാവിനോട് പ്രാർത്ഥിക്കുന്ന പാറുവിനെയാണ്. നാഗരാജാവേ, നിങ്ങൾ തന്നെ എനിക്കൊരു വഴി കണ്ടെത്തി തരണം. ഈ പുറ്റിൽ എന്താണുള്ളത്? ഈ പുറ്റിലെ രഹസ്യം അറിഞ്ഞാൽ എനിക്ക് വിശാൽ സാറിന്റെ ജീവൻ രക്ഷിക്കാനാകുമോ? അതേസമയം വിശാല് പാറുവിനെ കണ്ടെത്തുകയാണ്. പാർവതി എന്ന് വിളിച്ചുകൊണ്ട് വിശാല് പാറുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ നിന്നെ തേടി എവിടേക്ക് നടന്നെന്നറിയാമോ? നീ എന്താ ആരോടും പറയാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അതേസമയം ആ പുറ്റിന്റെ ഉള്ളിൽ നിന്നും ആ സർപ്പം പുറത്തേക്ക് വരുമ്പോ വിശാല് അത് കണ്ട് ഭയന്ന് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ഗായത്രി അമ്മയുടെ ഫോട്ടോയിലെ മാല എങ്ങനെയാ കൃത്യമായി പ്രഭാവതി അമ്മയുടെ കഴുത്തിലേക്ക് വീണതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് രാധിക പറയുന്നു. ചിലപ്പോ ഗായത്രി അമ്മയുടെ ആത്മാവ് അന്വേഷിക്കുന്ന ആളാണ് പ്രഭാവതിയെങ്കിലോ എന്ന് ശേഖരൻ പറയുകയാണ്. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ, ഇതിന്റെ അകത്ത് നിങ്ങൾ എന്തിനാ തലയിടുന്നതെന്ന് സുശീല ശേഖരനോട് ചോദിക്കുകയാണ്. ഗായത്രി ചേച്ചിയുടെ ആത്മാവ് പ്രഭാവതിയെ കൊല്ലുമെന്നല്ലേ ഇയാൾ പറഞ്ഞു വരുന്നത്? എന്റെ സുശീലെ, നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ചന്ദ്രേട്ടന്റെ മനസ്സിൽ പെട്ടെന്ന് എന്തോ തോന്നി, അദ്ദേഹം പറഞ്ഞു, അത്ര തന്നെ. ചന്ദ്രേട്ടൻ നമ്മുടെ അതിഥിയാണ്, നീ ചന്ദ്രേട്ടനോട് മാപ്പ് ചോദിച്ചേ. ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നത് എന്ന് സുശീല ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ലെന്നും ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നും ശേഖരൻ പറയുന്നു. തുടർന്ന് സുശീല ശേഖരനോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഗാർഗി, ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ എന്തിന്റെയൊക്കെയോ സൂചനയാണ്. ഇതിന്റെ പൊരുൾ എന്താണെങ്കിലും കണ്ടെത്തണമെന്ന് രാധിക പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഒരു പക്ഷേ ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇതിന്റെ കാരണങ്ങളെല്ലാം മനസ്സിലായേനെ. കേൾക്കുന്ന രാധിക പറയുകയാണ്, ഗായത്രി ചേച്ചിയുടെ ശരീരം മാത്രമാ വെണ്ണീറായത്. ചേച്ചിയുടെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. പല രഹസ്യങ്ങളും ചേച്ചിയായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരും. പിന്നീട് കാണിക്കുന്നത് കാടാണ്. ആ ആദിവാസി ജാസ്മിന്റെ മാലയുമായി പോകുമ്പോൾ ജാസ്മിൻ അയാളെ പുറകിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തുകയാണ്. എനിക്ക് കിട്ടാത്തതെന്നും മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ട് എനിക്ക് നിന്റെ ജീവനും അങ്ങ് എടുക്കേണ്ടി വന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്നും തന്റെ മാലയും എടുത്തുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയുമാണ്. ആ സർപ്പം തങ്ങൾക്ക് നേരെ ചീറ്റുമ്പോൾ നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാമെന്നും ഇത് മൂർഖനാണെന്നും നമ്മളെ കടിക്കുമെന്നും വിശാൽ പറയുന്നു. നാഗരാജാവ് നമുക്ക് നേരെ ചീറ്റുന്നത് അദ്ദേഹത്തിന്റെ പുറ്റിന് നേരെ നമ്മൾ വീഴാൻ പോയതുകൊണ്ടാ. ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാതെ ഞാൻ വരില്ലെന്നും അല്ലെങ്കിൽ ഇത് വലിയ ദോഷമായി മാറുമെന്നും പാറു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ശേഖരൻ എവിടേക്കോ പോകാനായി തന്റെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാപ്പിയുമായി ഗാർഗി വരികയാണ്. ഗാർഗിയെ കണ്ടയുടൻ ശേഖരൻ തന്റെ കണ്ണാടി എടുത്തു വെക്കുമ്പോൾ ഗാർഗി മനസ്സിൽ പറയുകയാണ്, ഇനി ഒരു പക്ഷെ ഇയാൾക്ക് കണ്ണ് കാണുമോ, അഭിനയിക്കുന്നതാണോ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങനെ കാപ്പി ടേബിളിന്റെ പുറത്ത് വെച്ച് മാറ്റി മാറ്റി ശേഖരന് കാഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഗാർഗി. ഇവൾക്ക് ഇനിയും എന്നെ സംശയമാണല്ലോ. ഇനി ഒരുപക്ഷെ പാർവതി മോള് എനിക്ക് കാഴ്ചയുണ്ടെന്ന് ഈ കുട്ടിയോട് പറഞ്ഞു കാണുമോ?
എന്നൊക്കെ ശേഖരൻ ആലോചിക്കുമ്പോൾ ശേഖരനെ സംശയത്തോടെ നോക്കുകയാണ് ഗാർഗി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.